അപ്പോൾ ഈ രണ്ട് പ്രൊസീജിയറും ലെങ്തിയാണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം എന്താണ്, ഈ ഒരു പ്രോബ്ലം, ഇങ്ങനൊരു പ്രോബ്ലം വന്ന് ഗോസ് എലിമിനേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും ടൈം എടുത്തത് സോൾവ് ചെയ്യുന്നതല്ല നമുക്ക് ആവശ്യം. അതിന് പകരം മറ്റൊരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത് കൊണ്ട് യൂസ്ഫുൾ, അതായത് ഇലക്ട്രിക്കലിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് മെക്കാനിക്സിനകത്തും ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതായത് 3 അൺനോൺസും 3 ഇക്വേഷൻസും സോൾവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് വരും മെത്തേഡ് ഓഫ് സെക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ആവശ്യം വന്നില്ലെങ്കിലും കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഗോസ് എലിമിനേഷൻ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ അതിനെ തന്നെ നമുക്ക് 2 തരത്തിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കി. മാട്രിക്സ് ഉപയോഗിച്ചും ചെയ്യാം, അതല്ലാതെ സാധാ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെയും ചെയ്യാം. ഈ അതല്ലാതെ ഇതെങ്ങനെ ചെയ്യാം, ഈ ഗോസ് എലിമിനേഷൻ അതല്ലാതെ, ഗോസ് എലിമിനേഷൻ അല്ലാതെ തന്നെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ പേരാണ് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനെ നമുക്ക് എന്താണ്, ഇതാ എ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷനെ എ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഐ എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ബി. അതായത് എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം മാട്രിക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു, അതായത് കോഎഫിഷ്യൻ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്ന കോളം മാട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത് ചെയ്ത് അങ്ങനെ എന്താണ് എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം മെട്രിക്സിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്കത് ഈ ഒരു സെയിം മെട്രിക്സിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു കോഎഫിഷ്യൻ മെട്രിക്സ്, അതായത് എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുക. അതിനകത്ത് മെട്രിക്സ് എടുക്കുക, അതിനകത്ത് 3x3 മെട്രിക്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു മെട്രിക്സ് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്, സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ദെൻ 6 9 6 0 -2 ദെൻ 5 -8 1. ഇതാണ് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സും സെയിം പ്രൊസീജിയർ ഉപയോഗിച്ച് സേവ് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു കോളം മെട്രിക്സ് ആണ്, 3/1 എന്നാണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. സോ നമ്മൾ 3 ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്, 6 20 10. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 4 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടും. അപ്പോൾ 3 എന്ന് പറയുന്നതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ 3 എന്നുള്ള നമ്പർ ചൂസ് ചെയ്യാം. ഇനി ഇൻറ്റു, അതായത് നമുക്ക് എയുടെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. സോ ഞാൻ ഇൻവേഴ്സ് എടുത്തു. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ അതൊരു ബ്രാക്കറ്റിനകത്ത് ഇടുക, ആ മാട്രിക്സ് എയുടെ ഇൻവേഴ്സ്. ഇനി എന്ത് ചെയ്യണം, ഇൻറ്റു മാട്രിക്സ് ബി ചെയ്യണം. അതിനുവേണ്ടി അഗെയിൻ മാട്രിക്സ് ബിയുടെ നമ്പർ 4 ആണ്, അപ്പോൾ ചൂസ് ചെയ്യാം. അപ്പോൾ മാട്രിക്സ്, അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് എന്ത്, എക്സ് എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം ചെയ്ത ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന 2 സ്റ്റെപ്പും എന്താണ്, കാൽക്കുലേറ്ററിനകത്ത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 1/2 ആണ്, സെഡിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആ ഒരു 3 ഇക്വേഷൻസ് എടുത്ത് എഴുതണം. അതിനകത്ത് നിന്ന് കോഎഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതണം. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്ററിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ എഴുതി, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതി വെക്കുക. എന്നിട്ട് കാൽക്കുലേറ്ററിൽ എ സ്റ്റോർ ചെയ്യുക, ബി സ്റ്റോർ ചെയ്യുക, ദെൻ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും.